ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഞാൻ എന്തെങ്കിലും ക്രേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പൈസയല്ല, ഒരിക്കലും എന്തെങ്കിലും സാധനങ്ങളല്ല, അല്ലെങ്കിൽ ഇത്ര ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഇത്ര ഫെയിമോ ഒന്നുമല്ല. എനിക്ക് വേണ്ടത് ഞാൻ ക്രേവ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ലവാണ്. സ്നേഹം എനിക്ക് ആര് ഒരു ഇച്ചിരി തന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു 100 ഇരട്ടി ഞാൻ തിരിച്ച് അവർക്കും കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. ഞാൻ ലവിന് വേണ്ടി ചാവുന്ന ഒരാളാണ് ഞാൻ ശരിക്കും. ഇപ്പോൾ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് മറ്റൊരു സ്ത്രീയാണെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടുതലും ആ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് വീഡിയോസിൽ എനിക്ക് അസ്ലൈനെതിരെ സംസാരിച്ചത്. സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേക്കാളും കൂടുതൽ കൊന്നു വിളിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നവരാണ്. എത്രത്തോളം നമ്മളെ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ട് എനിക്കിപ്പോൾ നെഗറ്റീവ് പറയാനായിട്ട് എനിക്കൊരു സോഷ്യൽ മീഡിയയുടെ ഒരു ആവശ്യം എനിക്കില്ല. നമ്മൾ ഓരോ സമയത്തും നമ്മൾ മനുഷ്യന്മാർ മാറിക്കൊണ്ടിരിക്കണം. മാറാതെ അതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നം. ഞാൻ ജനിച്ചു വീണോട്ടിട്ട് ഈ ദിവസം വരെ ഹീല എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉമ്മാനെ കൊണ്ട് മാത്രമാണ്. അപ്പം ഇവിടെയാണെങ്കിലും ഉമ്മ അങ്ങനെ ടൈം ടേബിൾ വെച്ചേക്കാം, ഇന്ന സമയത്ത് പഴം കഴിക്കണം, മുട്ട കഴിക്കണം. ഞാൻ ഒന്ന് ജസ്റ്റ് സ്പീഡ് കൂടി നടന്നു കഴിഞ്ഞാൽ ഉമ്മാക്ക് ടെൻഷനാണ്. എന്നാൽ ഞാൻ കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കൽ കുറച്ച് കുറവുണ്ടെങ്കിൽ അത് എൻ്റെ ഉമ്മാടെ അടുത്തേ മാത്രമായിരിക്കും. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ഉമ്മാടെ അടുത്ത് ചിലപ്പോൾ നല്ലപോലെ ദേഷ്യം പ്രകടിപ്പിക്കും. എനിക്കറിയാം ഒരിക്കലും വിട്ടുപോകത്തില്ല. എനിക്ക് പേഴ്സണൽ ലൈഫ് കാണിക്കാൻ ഇപ്പം പേടിയാണ്. അത് തുറന്ന് തന്നെ പറയാം, എനിക്ക് പേടിയാണ്. ഇപ്പം സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും ഞാൻ തന്നെ അറിഞ്ഞാൽ മതി. എൻ്റെ മനസ്സിൽ എന്നെ വിട്ടു പോകരുതെന്ന് ആഗ്രഹമുള്ള സൗഹൃദങ്ങൾ എന്നെ വിട്ടുപോയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചൊരു പ്രണയം മാത്രമല്ല നമുക്കൊരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത്, അതിനേക്കാളും ഒരു 10 അല്ല 100 ഇരട്ടി വിഷമം എനിക്ക് സൗഹൃദം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ക്യാമറയും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഭയങ്കര കൊഞ്ചി സംസാരിക്കുന്ന ആളാണ്. ഹീല വേറെ, അസ്ലാം മാർലി വേറെ. ഹായ് ഹലോ, സൈന സൗത്ത് പ്ലസിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. വെൽക്കം ടു ട്രെൻഡ്ലേസ്. അസ്ലാം മാർലിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. ഹലോ. ഏകദേശം ഒരു 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. 2 വർഷം ഓൾമോസ്റ്റ്. ഈ 2 വർഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്? നല്ലോണം മാറ്റങ്ങൾ, ഏറ്റവും വലിയ മാറ്റമാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരുമ്പോഴേ അസ്ലയെ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിൽ കൂടുതലും എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഈ വീട്ടിൽ വന്ന എല്ലാവരും നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക് പോകും, പുരാതനമായിട്ടുള്ള കുറെ സാധനങ്ങൾ കാണാം. ഭയങ്കര കാമായിട്ടിരിക്കുന്ന ഒരു വീട്. ഇത് ആക്ച്വലി ഉമ്മാടെ സിസ്റ്ററിന്റെ വീടാണ് ഇതെന്ന് പറയുന്നത്. എൻ്റെ വീട് പാലക്കാടാണ്. ഷെക്കിയുമ്മയും മൂത്താപ്പൊക്കെ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്ത് അവിടുന്ന് കളക്ട് ചെയ്ത സാധനങ്ങളാന്ന് തോന്നുന്നുണ്ട് ഇവിടെ കൂടുതൽ വന്നു. എനിക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള സാധനങ്ങൾ ഈ വീട്ടിലുണ്ട് എന്ന് തോന്നുന്നല്ലേ. പാലക്കാട് അതിനെക്കാട്ടും അടിപൊളി വീട് അവിടെ പക്ഷെ അതിൽ ഏറെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, രണ്ടും അവിടെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ ഞാൻ വന്നപ്പോ നാട്ടിൽ വന്ന് ഇവിടെ കൊച്ചിയിലാണല്ലോ ഇറങ്ങിയത്. അപ്പൊ എനിക്ക് അധികം ട്രാവൽ ചെയ്യാൻ ഇപ്പൊ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ പാലക്കാട് വീട്ടിൽ പോകുന്നില്ല, അത്രേ ഉള്ളൂ. അസ്ലിനെ ഞാൻ പലപ്പോഴും മീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കാമായിട്ട് സംസാരിക്കുന്ന ആള്, നമ്മൾ വീഡിയോയിൽ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ട്. ആരും പറയാൻ ഈ മടിക്കുന്ന കാര്യങ്ങൾ വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മളെപ്പോഴും വീഡിയോയിൽ കണ്ടിട്ട്. പക്ഷെ ഈ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ഈ നമ്മൾ കാണുന്ന ഈ ബ്ലോഗർ അസ്ലയും ഈ അസ്ല എന്ന പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? എൻ്റെ ബോൾഡ് ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ടോപ്പിക്സ് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ സംസാരം തന്നെ വേറെ. ഇപ്പൊ സംസാരിക്കുന്നതും വേറെ രീതിയാണ്. പക്ഷെ ഈ ക്യാമറയും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഭയങ്കര കൊഞ്ചി സംസാരിക്കുന്ന ആളാണ്. വേറെ രീതി, എൻ്റെ സംസാരം തന്നെ വേറെ രീതി. ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പോലും മനസ്സിലാവത്തില്ല. അങ്ങനെ ആയിരിക്കും. എന്നെ എന്താ പറയാ, എൻ്റെ മാമൊക്കെ കളിയാക്കും എൻ്റെ സംസാരമൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ആ രീതി യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ ആർക്കും അത് ദഹിക്കൂല. ഇപ്പൊ ഞാൻ തന്നെ വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ശരിക്കുള്ള ഇപ്പൊ ഉമ്മാനോടും അംജുക്കാനോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ രീതി കയറി വരുമ്പോൾ അവർ പറയും, എന്തിങ്ങനെ കൊഞ്ചി സംസാരിക്കുന്നത്, ഇത്ര പ്രായമായില്ലേ, മര്യാദക്ക് സംസാരിച്ചു. എന്റെ സംസാരിക്കുന്നത് ഇതാണ്. അപ്പോൾ അത് എൻ്റെ ഒരു ഏജും ഞാൻ ടോപ്പിക് ഹാൻഡിൽ ചെയ്യുന്ന വെച്ചിട്ട് അത് ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യൂല. അതുകൊണ്ട് ഞാൻ രണ്ട് തരാം. ഹീല വേറെ, അസ്ലാം മാർലി വേറെ. പലപ്പോഴും അങ്ങനെ നമ്മൾ വേറൊരാളായിട്ടാണല്ലോ വീഡിയോ ചെയ്യണേ. നമുക്ക് ചിലപ്പോൾ നമ്മളായിട്ട് ഇരിക്കാനാണ് ആഗ്രഹം. ഇപ്പൊ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസിൽ നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നു, പുതിയ ആളുകളെ കാണുന്നു. നമ്മൾ അവരോട് സംസാരിക്കണം, അവരെ മാക്സിമം കമ്പനി ആക്കിയിട്ട് വേണം നമുക്കൊന്ന് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ തിരിച്ചെത്തുമ്പോൾ എൻ്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള വളരെ 10ഓളത്തിൽ അതിൽ താഴെയുള്ള ആളുകളായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അതിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് അസ്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത്.
പിന്നെയെന്ന് വെച്ചാൽ എല്ലാം എനിക്ക് സോഷ്യൽ മീഡിയയിൽ കറക്റ്റ് ഞാനായിട്ട് നിൽക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. കാരണം ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഒരുപാടുണ്ട്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് ജഡ്ജ്മെൻറ്റ്സ് പേടിയില്ല, എനിക്ക് ജഡ്ജ്മെൻറ്റില്ല എന്ന് പറഞ്ഞാലും നമുക്ക് എത്രയൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് നമുക്ക് രസിക്കും, ഇഷ്ടപ്പെടും. അത് നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ എല്ലാവരും പറയുന്നില്ലേ, സോഷ്യൽ മീഡിയ ഒരിക്കലും റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. റിയൽ ലൈഫ് ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി അങ്ങനൊന്നല്ല, പക്ഷെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന രീതി, ശൈലി, ഇതിനൊക്കെ വ്യത്യാസം കാണും. ചിലത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ ഇതിട്ടാ പ്രശ്നമായിരിക്കും എന്ന് നമ്മൾ തോന്നി അതൊക്കെ കട്ട് ചെയ്ത് കളയും. നമ്മൾ എത്ര ഒരു 24 hours നമ്മൾ കാണിക്കുന്നത് ഒരു 10 മിനിറ്റ്, ആ 10 മിനിറ്റ് നമ്മുടെ നല്ല വേർഷൻ കാണിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുള്ളൂ. ആ ഒരു വ്യത്യാസം. പക്ഷെ ഇത്രയും ബോൾഡായിട്ട് വീഡിയോസ് ചെയ്യുമ്പം നമുക്ക് ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയോ പക്ഷെ സംസാരിക്കാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ ഭയങ്കര ബോൾഡില്ല. ഞാൻ എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ഒക്കെ സംഭവിക്കുന്നു. എനിക്ക് ഫുൾ ടൈം ഒന്നും ബോൾഡായിരിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ വലിയൊരു കാര്യം വന്നെന്ന് വിചാരിക്കും, അതെനിക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ചിലപ്പോൾ കാര്യമായിരിക്കും, അത് ഞാൻ തന്നെ ആയിട്ട് നശിപ്പിക്കും. എൻ്റെ റിയാക്ഷൻ്റെ രീതിയാണെങ്കിലും ഞാൻ എടുക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് ഞാൻ ബോൾഡാണ് ചില കേസ്. ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും, എനിക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റും, ഒക്കെ പറ്റും. എന്ന് വെച്ചിട്ട് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും എനിക്ക് എന്താ പറയുക ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകും. ആ സമയത്ത് എനിക്ക് ബോൾഡാന്നൊന്നും പറഞ്ഞിട്ട് കരയാതെ പിടിച്ചിക്കാനും തളരാതെ പിടിച്ചിക്കാനും എനിക്കറിയില്ല. എനിക്ക് എങ്ങനെയാണോ കാണിക്കും. പക്ഷെ നമ്മൾ വീഡിയോ കാണുന്ന പല പെൺകുട്ടികളെ അസ്ലേ പോലെ ഞങ്ങൾ ബോൾഡായിരിക്കണം എന്ന് പറയാറുണ്ട്. കാരണം ഇങ്ങനെ ഇത്രയധികം ബോൾഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന പെൺകുട്ടി ആയിരിക്കണം. ചിലപ്പോൾ റിയൽ ലൈഫിൽ അതുപോലെ ബോൾഡ് ആയിരിക്കുന്ന ആളുകൾ വിചാരിക്കുമല്ലോ. ചില കേസസിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബോൾഡ് ആവേണ്ട സമയത്ത് ഞാൻ ബോൾഡാണ്. കാരണം പല കേസസിൽ തന്നെ ഞാൻ ഇതൊക്കെ തരണം ചെയ്ത് വന്നല്ലോ, അതൊരു ഇതാണ് ഒന്ന് അങ്ങനെ നോക്കുമ്പോൾ ബോൾഡാണ്. എന്നാലും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമുക്ക് വിഷമം വരുമ്പോൾ കരയും. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം, വിഷമം വന്നാൽ കരയണം, ചിരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ചിരിക്കണം, ദേഷ്യപ്പെടാൻ തോന്നിക്കഴിഞ്ഞാൽ ദേഷ്യപ്പെടണം. അല്ലാണ്ട് ഒരു കരയേണ്ട സിറ്റുവേഷൻ വന്നിട്ട് കരയാതെ പിടിച്ചിട്ട് ഞാൻ ബോൾഡാന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ എന്തെങ്കിലും മാനസിക പ്രശ്നം പിന്നീടാവും എനിക്ക് കാണിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എനിക്ക് ആ ഇതിൽ ഞാൻ ബോൾഡാന്ന് എനിക്കറിയില്ല. ഇപ്പം ഉമ്മ എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജിൽ ഇപ്പൊ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് പറയുന്ന പോലെ ഉമ്മയുടെയും സപ്പോർട്ട് പറയണം. ഉമ്മ അത്രയധികം എനിക്ക് തോന്നുന്നു അസ്ലയെ ഇത്രയധികം കൊണ്ടു നടന്ന ഉമ്മയാണ്, അത്രയും പാമ്പർ ചെയ്ത ഉമ്മയാണ്. ഇന്നും അസ്ലയെ ഒരു കൊച്ചുകുട്ടി, ആദ്യം ജനിച്ചു വീണ കുട്ടിയെ പോലെയാണ് ഇപ്പൊ ഉമ്മ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നാട്ടിലേക്ക് ഞാൻ വരുമ്പോ തന്നെ ഉമ്മയും കൂടെ വന്നത്. അവിടെ ഉപ്പ ഒറ്റക്കാണ്. ഉമ്മാക്ക് എന്ന് പറഞ്ഞാൽ ടെൻഷനാണ് ഇപ്പോഴും. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ ഒരു അമ്മ പോണെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ഞാൻ ജനിച്ചു വീണ കുട്ടിയാ. അപ്പൊ ഇവിടെ ആണെങ്കിലും ഉമ്മ അങ്ങനെ ടൈം ടേബിൾ വെച്ചേക്കാം, ഇന്ന സമയത്ത് പഴം കഴിക്കണം, മുട്ട കഴിക്കണം. ഞാൻ ഒന്ന് ജസ്റ്റ് സ്പീഡ് കൂടി നടന്നു കഴിഞ്ഞാൽ ഉമ്മാക്ക് ടെൻഷനാണ്. എൻ്റെ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ പങ്ക് എൻ്റെ ഉമ്മാക്ക് തന്നെയാണ്. കാരണം ഞാൻ ജനിച്ചു വീണ തൊട്ടിട്ട് ഈ ദിവസം വരെ ഹീല എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഉമ്മാനെ കൊണ്ട് മാത്രമാണ്. പിന്നെ വന്നവരാണ് ബാക്കി ആരാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ബാക്കി ആര് വന്നാലും പിന്നെ വന്നതാ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കൽ കുറച്ച് കുറവുണ്ടെങ്കിൽ അത് എൻ്റെ ഉമ്മയുടെ അടുത്തേ മാത്രമായിരിക്കും. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഉമ്മാക്ക് ഞാൻ എന്തെന്നുള്ളത് അറിയാം. എൻ്റെ ഉമ്മാനോട് ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചില്ലാലും പിടിച്ചില്ലെങ്കിലും ഉമ്മാക്ക് അറിയാം എൻ്റെ ഉമ്മാനോട് എനിക്ക് എത്ര സ്നേഹം ഉണ്ടെന്നും ഏതാണെന്നുണ്ടെങ്കിലും. എന്നാലും ഞാൻ ഉമ്മാനോട് ചിലപ്പോൾ നല്ലപോലെ ദേഷ്യം പ്രകടിപ്പിക്കും. സ്നേഹത്തിൻ്റെ അത്ര ദേഷ്യം നല്ലപോലെ പ്രകടിപ്പിക്കും. എനിക്കറിയാം ഒരിക്കലും വിട്ടുപോകത്തില്ല. ഞാൻ എന്താണെങ്കിലും എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, എൻ്റെ കൈ പിടിക്കാനുണ്ടായിരിക്കും. ആരും ഞാൻ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാലും ഇനിയിപ്പോൾ എൻ്റെ ഒരു തെറ്റ് എനിക്ക് വല്ല തെറ്റ് വന്നു കഴിഞ്ഞാൽ ഉമ്മ ഒരിക്കലും എൻ്റെ കൂട്ട് നിൽക്കില്ല. എന്നെ നല്ല ചീത്ത പറയും, ഞാൻ ചെയ്ത തെറ്റാന്ന് തന്നെ പറയും, പക്ഷെ ഒരിക്കലും കൈ വിടത്തില്ല, എന്നെ ചേർത്ത് പിടിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഉമ്മ ഈ സമയങ്ങളിലും ഈ പറഞ്ഞ കട്ടൊക്കെ കൂടെ നിൽക്കാന്ന് പറയുന്നില്ലേ, അത് അത്രയും ഇമോഷണലി ഡൗൺ ആയ സ്ഥലത്താണ് എനിക്കൊന്ന് കണ്ടു നിൽക്കുന്നത് ഉമ്മയാണ്. ഞാൻ ഇമോഷണലി ഡൗൺ ആയത് സോഷ്യൽ മീഡിയ അറ്റാക്കോ അല്ലെങ്കിൽ വേറെ മറ്റു ഇതുകൊണ്ടല്ല ഞാൻ ഇതായത്. എൻ്റെ ഉമ്മാക്ക് ഒരു ചെറിയ വിഷമം വന്നാൽ എനിക്ക് സഹിക്കത്തില്ല. എനിക്കിഷ്ടപ്പെടുന്നവർ എന്നെ കൊണ്ട് എന്തെങ്കിലും രീതിക്ക് വിഷമിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉമ്മ ഭയങ്കരമായിട്ട് ആ സമയത്ത് സ്ട്രഗിൾ ചെയ്തിരുന്നു. എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ ഉമ്മാക്കാണ് എന്നെ ഓരോ സോഷ്യൽ മീഡിയ അറ്റാക്കിലും ഓരോ ചീത്തവിളിയിലും എൻ്റെ ഉമ്മയെ എഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അയ്യോ എൻ്റെ മോളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ മോളിങ്ങനെ ഇതല്ലാക്കിയിട്ട് ഞാൻ UK-യിൽ ഉമ്മ ദുബായിലാണ്. അപ്പം എനിക്ക് ഉമ്മാനെ കാണാൻ പോലും എനിക്ക് ഇതില്ല.
അപ്പോൾ ഉമ്മ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്ക് കൂടുതൽ എന്നെ തളർത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉമ്മ വിഷമിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കും ആ സമയത്ത് ഞാൻ തളർന്നിട്ടുണ്ടായിരിക്കുക. കാരണം ഉമ്മ ഭയങ്കര ബോൾഡായിട്ടുള്ള ആളാണ്. പക്ഷെ എൻ്റെ ഒരു ചെറിയ കാര്യം വന്നാൽ ഉമ്മാക്ക് ആ ബോൾഡ്നെസ് ഒരിക്കലും ഉമ്മാക്ക് വെക്കാൻ പറ്റില്ല. ഉമ്മ കംപ്ലീറ്റ് വീക്കാണ്. ഉമ്മാനെയും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അതാണ് എന്നെ ശരിക്കും തളർത്തിയത്. എൻ്റെ ഉമ്മ ഇപ്പോഴും ഉമ്മ തളർന്നു കഴിഞ്ഞാൽ ഞാൻ തളരും. ഈ കുടുംബത്തിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കണ അല്ലെങ്കിൽ ഉമ്മയാണ് ലൈഫ് എന്ന് എനിക്കൊന്ന് ഉമ്മേനെ ഭയങ്കര കാര്യമാണ്. ഉമ്മാനെ ഭയങ്കര കാര്യമാണ്. ഉപ്പ എൻ്റെ ജീവനാണ്. ഉമ്മയും ഉപ്പയും എൻ്റെ ലൈഫാണ്. അംജുക്ക എൻ്റെ ലൈഫാണ്. അംജുക്കയുടെ ഫാമിലി ലൈഫ്, എൻ്റെ ഫാമിലി മൊത്തം. ഇപ്പോൾ ഉമ്മയുടെ സിസ്റ്റേഴ്സ് ഐഷയ്ക്കും ആയിക്കോട്ടെ എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് എല്ലാവരും പെടുന്നതാണ്. അതിൽ എൻ്റെ ഫ്രണ്ട്സും പെടും എൻ്റെ ഫാമിലിയിൽ. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ. അവർക്ക് വേണ്ടി എനിക്ക് എന്തും ചെയ്യണോണ്ട് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കുടുംബത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ ഇന്നത്തെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര കുറവാണ്. കാരണം ഫാമിലി ഏറ്റവും അവസാനം വെക്കുന്ന ആളുകളാണല്ലോ. നമുക്ക് ഇപ്പോൾ നമ്മളൊരു ചിലപ്പോൾ നമ്മൾ മെച്യൂരിറ്റി നമ്മൾ സിറ്റുവേഷനിൽ പഠിച്ചായിരിക്കും അവസാനം ഇവരാണ് നമുക്ക് കൂടെ ഉണ്ടാവുമെന്ന് മനസ്സിലാവുക. അപ്പോൾ ഈ കുടുംബത്തിന് ഇവർ മാത്രമേ നമുക്ക് അവസാനം ഉണ്ടാവൂ എന്നൊരു ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എത്തുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനൊരു സംഭവം എനിക്കില്ല. കാരണം ആര് നമ്മൾ അവസാനം വരെ ഉണ്ടായിരിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം എനിക്ക് വിട്ടുപോയിരുന്ന ആഗ്രഹിച്ച പലവരും എന്നെ വിട്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ രക്തബന്ധം എന്നും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു രക്തബന്ധം ഉണ്ടായിന്ന് വെച്ചിട്ട് അവർ ജീവിതകാലം മുഴുവൻ നമ്മളെ കൂടെ ഉണ്ടായിരിക്കും എന്നിരിക്കില്ല. പക്ഷേ ഞാൻ ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അത് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ സ്നേഹത്തിന് അത്രയും കൊതിച്ച ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് സ്നേഹത്തിന് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഞാൻ എന്തെങ്കിലും ക്രേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പൈസയല്ല, ഒരിക്കലും എന്തെങ്കിലും സാധനങ്ങളല്ല, ഒന്നുമല്ല. അല്ലെങ്കിൽ ഇത്ര ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഇത്ര ഫെയിമോ ഒന്നുമല്ല. എനിക്ക് വേണ്ടത് ഞാൻ ക്രേവ് ചെയ്യുന്നൊരു സാധനം ഉണ്ടെങ്കിൽ അത് ലവാണ്. സ്നേഹം എനിക്ക് ആര് ഒരു ഇച്ചിരി തന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു 100 ഇരട്ടി ഞാൻ തിരിച്ച് അവർക്കും കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. അതിപ്പോൾ എനിക്ക് എത്ര വിഷമം ഉണ്ടാക്കിയാലും ശരി, എന്താണെങ്കിലും ശരി, ഞാൻ ലവിന് വേണ്ടി ചാവുന്ന ഒരാളാണ് ഞാൻ ശരിക്കും. ഇന്നത് ഒത്തിരി ഉണ്ട്. എനിക്കൊന്ന് അംജുക്ക് ഉമ്മയും രണ്ട് സൈഡിലുണ്ട്. അത് മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്ന ഇപ്പൊ യൂട്യൂബിലായിക്കോട്ടെ, ഒരു സമയത്ത് എന്നെ ഒരുപാട് പേര് ഭയങ്കര വെറുത്തിരുന്നു. പക്ഷെ അത്രയും തന്നെ 10 ഇരട്ടിയാണ് എനിക്ക്. പിന്നെ പെട്ടെന്നാണ് എനിക്കൊരു സ്പോട്ടിന് അതിന്റെ 100 ഇരട്ടി സ്നേഹം എനിക്ക് കിട്ടി. അതാ ഞാൻ പറഞ്ഞേ, ഒന്നും ഒരു കോൺസ്റ്റന്റ് അല്ല, ഒന്നും ഇതല്ല, മാറിക്കൊണ്ടേയിരിക്കും. സ്നേഹത്തിന്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും. പക്ഷെ എപ്പോഴും ഒപ്പം ഉണ്ടായിരിക്കുക എന്ന് പറയണത് അത് ശരിക്കും നമ്മളെ തൊട്ടറിഞ്ഞ് നമ്മളടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാർ മാത്രമായിരിക്കും എപ്പോഴും ഒപ്പം ഉണ്ടായിരിക്കുക. ഈ സൈലന്റ് ആയിട്ടിരിക്കുക, നമുക്ക് അത് പതുക്കെ ഈ കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഒരു നാളത് തിരിച്ചു തെളിയും. അല്ലെങ്കിൽ നമ്മൾ എത്ര കളത്തിൽ സത്യം മൂടി വെച്ചാൽ ഒരു നാൾ തെളിയുന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അത് വിശ്വസിച്ചിരുന്നിട്ടാണെന്ന് ഒരു സൈലന്റ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും ചുറ്റും ഇരുന്നിട്ട് ആളുകൾ പറയുമ്പോഴും സൈലന്റ് കീപ്പ് ചെയ്തതുകൊണ്ടാണ്? കർമ്മ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയട്ടെ, ഞാനൊരു പുണ്യാളത്തിയല്ല. എനിക്ക് ജീവിതത്തിൽ പല തെറ്റുകളും പല സാധനങ്ങളും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ എപ്പോഴും ഒരു നേർവഴിക്ക് പോയി ഞാൻ എപ്പോഴും നല്ലത് മാത്രം ചെയ്തിരിക്കുന്ന ഒരാളല്ല. അതിനുള്ളത് എനിക്ക് എന്തെങ്കിലും കിട്ടും, കർമ്മ കിട്ടും, അത് ഉറപ്പാണ്. കർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് അത് നമ്മളെ ചെയ്യും. അതിപ്പോൾ ഏത് പ്രായത്തിലായിക്കോട്ടെ കിട്ടാനുള്ളത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെയാണ് എന്നോട് ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം എന്താണോ വെച്ചേക്കുന്നത് അത് അവർക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചിട്ട് അവർക്ക് അത് കിട്ടണേ എന്ന് വെച്ചിരിക്കുന്ന ഒരാളല്ല. അവർക്ക് അങ്ങനെ ഒരു വിഷമം വരാതിരിക്കട്ടെ. പക്ഷെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കിട്ടും, നാളൊരു ദിവസം ഉറപ്പായിട്ടും എനിക്ക് കിട്ടും എന്നുള്ളൊരു സാധനം ഉണ്ട്. എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുള്ളൂ, ഇത് അറ്റ്ലീസ്റ്റ് പേടിച്ചിട്ട്. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും രീതിക്കായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഞാൻ കർമ്മ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് മറ്റൊരു സ്ത്രീയാണെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടുതൽ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് വീഡിയോസിൽ എനിക്ക് അസ്ലൈനെതിരെ സംസാരിച്ചത്. പക്ഷെ അസ്ല ഒരിക്കലും മറ്റ് സ്ത്രീകൾക്കെതിരെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഓസിയുടെ ഒരു ജ്വല്ലറിക്കെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് അസ്ല അവർക്ക് സപ്പോർട്ടായിട്ടാണ് വീഡിയോ ചെയ്തത്. അത് അറിയുന്നതുകൊണ്ട് തന്നെയാണോ സോഷ്യൽ മീഡിയ ഒരാളെ ഇട്ട് കൊടുക്കുന്നത്? അത്ര ആൾക്കാരെങ്കിലും പറഞ്ഞ ഓരോരുത്തരായിട്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കറിയാം, കൊല വിളിക്കുന്ന എനിക്കറിയാം. സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേക്കാളും കൂടുതൽ കൊന്നു വിളിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നവർ. അതിൻ്റെ എത്രത്തോളം നമ്മളെ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ട് എനിക്കിപ്പോൾ നെഗറ്റീവ് പറയാനായിട്ട് എനിക്കൊരു സോഷ്യൽ മീഡിയയുടെ ഒരു ആവശ്യം എനിക്കില്ല. അതിൻ്റെ ഒരു ആവശ്യം എനിക്കുണ്ടെന്നും തോന്നുന്നില്ല. ഒരാൾക്ക് എന്തെങ്കിലും നല്ലത് പോസിറ്റീവ് പറയാനുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയണത് അതാ. പിന്നെ സ്ത്രീയുടെ ശത്രു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീക്ക് ശത്രു പുരുഷനും ഉണ്ട്, സ്ത്രീയും ഉണ്ട്. അതേപോലെ പുരുഷൻ്റെ ശത്രു സ്ത്രീയും ഉണ്ട്, പുരുഷനുണ്ട്. അത് ഏത് രീതിയാണെന്നുള്ളത് മാത്രമേ ഇരിക്കുള്ളൂ. എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ
കുറേ സ്ത്രീകളാണ് എനിക്ക് സപ്പോർട്ടായിട്ട് ഏറ്റവും കൂടുതൽ നിന്നിരിക്കുന്നത്. അതിൽ ഒരു പ്രശ്നം നടന്നിട്ട് പോലും ഞാൻ ജീവിതത്തിൽ കാണാത്ത UK-ലൊക്കെ ഉള്ളപ്പോൾ UK-ലൊക്കെ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അവിടെ പോലും ഏതൊക്കെയോ ചേച്ചിമാർ ആ സമയത്ത് അവരെ വീട്ടിൽ കൊണ്ടുവരാൻ എന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിൽ എടുത്ത് പറയണതാണ് ഒരു ചേച്ചി, ജെൻസ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയുടെ ഫാമിലിയും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണ്. ആ ചേച്ചി എന്നെ 4 ദിവസം അവിടെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ് ഏറ്റവും മോശം സമയമുള്ളപ്പോൾ. എനിക്ക് അവരെ ആരാന്നും കൂടി അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സ്ത്രീയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഉമ്മ ഒരു സ്ത്രീയല്ലേ, അതേപോലെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് റീലു, നാജി, ഡോണ, ഇവരെന്നൊക്കെ പറയുന്നത് എനിക്ക് അത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ സ്ത്രീകളും ഉണ്ട് ആ സമയത്ത്. എന്താ പറയുക, സിയ, കുറേ സ്ത്രീകൾ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ നെഗറ്റീവ് വീഡിയോസ് ചെയ്യണമെങ്കിൽ അതിൽ പുരുഷന്മാരും ഉണ്ട്, എല്ലാ സ്ത്രീകളും, എല്ലാ യൂട്യൂബേഴ്സും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മെജോറിറ്റി യൂട്യൂബ് ചാനൽസും എനിക്കെതിരെ തന്നെ ആയിരുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ എനിക്കൊരു പ്രശ്നം വന്നാൽ എനിക്കൊരു സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പറഞ്ഞവരെ എനിക്ക് സപ്പോർട്ടും ചെയ്യും. അപ്പം എനിക്ക് ആരോടും വിഷമമില്ല, കാരണം എനിക്ക് നല്ലതിനും ചെയ്തിട്ടുണ്ട്, ഇതിനും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും സപ്പോർട്ട് ചെയ്യണമെന്ന്. ഒരു സമയത്ത് എനിക്കാണ് എതിര് കാര്യമെങ്കിലെങ്കിൽ ബാക്കി ആർക്കും കീറി മുറിച്ച് നോക്കാൻ പറ്റില്ലല്ലോ, അവരെനിക്കെതിരെ ചെയ്യും. നിങ്ങളാണെങ്കിലും ചെയ്യും. എനിക്ക് സപ്പോർട്ട് വരണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അസ്ലിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ പെട്ടെന്ന് സെന്റിമെന്റൽ ആവുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര ചിരി വരും, എങ്കിലും അസ്ലി ഏറ്റവും കൂടുതൽ കരയിപ്പിക്കണമെങ്കിൽ എന്ത് കാര്യം ചെയ്യണം? എനിക്കിഷ്ടമുള്ളവർ എന്നായിട്ട് അകലം വെക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവർ എന്നെ വിട്ട് പോവുകയോ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലേ ഇതാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ചിലപ്പോൾ വലിയ കാര്യങ്ങൾ വന്നാലൊന്നും എന്നെ ചിലപ്പോൾ കുലുക്കിന്ന് തന്നെ വരത്തില്ല. പോട്ടെ എന്ന് വെക്കും. പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ട് ചേർത്ത് പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരിപ്പോൾ എന്നെ ഞാൻ ദിവസം വിളിക്കുന്ന ആൾക്കാരായിരിക്കും. ആ ഒരാൾ എന്നെ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ ഒരാളൊന്ന് മുഖം കറുപ്പിച്ചാലോ മുഖം വീർപ്പിച്ചാലോ അതെനിക്ക് എനിക്ക് തീരെ സഹിക്കില്ല. അതായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ തളർത്താൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും. ഈ സ്നേഹത്തിന് ഇപ്പം നമ്മുടെ അംജിക്കായിട്ടുള്ള വീഡിയോ, പാരൻസിൻ്റെ വീഡിയോ ഒക്കെ വരുമ്പോൾ ഈ പറഞ്ഞ കൊഞ്ചലിനപ്പുറം ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുമല്ലോ. ഈ പ്രകടനം കാണുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് വരെങ്കിലും അത് ഇഷ്ടപ്പെടാനും ഇഷ്ടം കൊടുക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾ തന്നെയാണ്. അപ്പം എനിക്ക് തിരിച്ചും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയണം, എന്നെ സ്നേഹിക്കുകയാണെന്ന് എനിക്ക് അറിയണം. അല്ലാണ്ട് നമ്മൾ പറയില്ലേ ഉള്ളിലൊരു സ്നേഹം ഒക്കെ, എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ് ഉള്ളിൽ, പക്ഷെ ഞാൻ പുറത്ത് എനിക്കത് കാണിക്കാറില്ല, എനിക്കത് അറിയണമെങ്കിൽ എനിക്കത് അറിയണം. അവരുടെ ആക്ഷൻസിൽ കൂടെ ആണെങ്കിലും വേർഡ്സിൽ കൂടെ ആണെങ്കിലും എനിക്ക് മനസ്സിലാവണം. തിരിച്ചും ഞാൻ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പറയും എക്സ്പെക്ടേഷൻസ് ഒന്നും പാടില്ല, പക്ഷെ എനിക്ക് ചില കാര്യത്തിൽ എനിക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എന്നോട് ഇങ്ങനെ ആയിരിക്കണം, എന്നോട് ഇങ്ങനെ ഇതാവണം എന്നുള്ളത് ഇതാക്കുന്നുണ്ട്. ഞാനിപ്പോൾ എപ്പോഴും കാണുമ്പം ആദ്യം ഈ പറഞ്ഞ വീഡിയോസ് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഫുൾ എയറിലായിരുന്നു. അതിനുശേഷം തിരിച്ച് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ പോയി. വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇളക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇറങ്ങി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ ഒറ്റപ്പെടുന്ന രീതിയിൽ വന്നു. തിരിച്ച് വീണ്ടും ഈ പറഞ്ഞ ലാൻഡ് ചെയ്യുന്ന പോലെ വളരെ കാമായിട്ട് ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ട് സമാധാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു യൂട്യൂബർ എന്നതിനപ്പുറം നമുക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എല്ലാം ഈ പറഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, പക്ഷെ പല സ്റ്റേജിൽ കൂടെ അസ്ല പോയിട്ടുണ്ട്. അസ്ല ഇപ്പം നിൽക്കുന്നത് നമ്മൾ കാണാത്ത ഇമോഷനിലൂടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലതും പറയാതെ എന്നാൽ ഉള്ളിൽ പലതും ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നവരെ എനിക്ക് പലപ്പോഴും സംസാരിക്കുമ്പോഴും വീഡിയോസ് കാണുമ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളൊന്നും അധികം വീഡിയോ ചെയ്യേണ്ട ഒരു പേടി എവിടെയോ അല്ലെങ്കിൽ ആളുകൾ അതുണ്ടോ മനസ്സിൽ ഇപ്പം ചെയ്യുമ്പോൾ? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഓരോ സമയത്ത് നമ്മൾ മനുഷ്യന്മാർ മാറിക്കൊണ്ടിരിക്കണം. മാറാതെ അതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നം. കഴിഞ്ഞ വർഷം കണ്ട ഹീലല്ല ഈ വർഷം കാണുന്നത്. എൻ്റെ പുതിയ ഫേസസ് ഞാൻ തന്നെ കാണുന്നത്. എനിക്കിപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫ് കാണിക്കാൻ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് ഒരുപാട് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ മാത്രം എൻ്റെ പേഴ്സണൽ ലൈഫ് അറിഞ്ഞാൽ മതി. ഇപ്പോൾ സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും ഞാൻ തന്നെ അറിഞ്ഞാൽ മതി. എനിക്ക് ബാക്കി ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ സന്തോഷ വിഷമം എനിക്ക് എൻ്റെ ഉമ്മാനും ഉപ്പാനെയും വരെ ബോധിപ്പിക്കേണ്ട ആവശ്യം വരാറില്ല. അതെനിക്ക് മാത്രമാണ്. പക്ഷെ ഞാനൊരു സോഷ്യൽ മീഡിയ വന്നപ്പോൾ എനിക്ക് ലോകം മൊത്തം അറിയിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നത്. ഞാനൊരു യൂട്യൂബർ ആണെങ്കിലും എന്താ പറയുക, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ നമ്മൾ. ഞാൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയരുത്. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവരെന്നോട് തിരിച്ച് ചോദിക്കും, നിങ്ങൾ സോഷ്യൽ മീഡിയ വന്നില്ലേ, നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കില്ലേ. അപ്പം എനിക്കതിന് ആൻസറബിൾ ആണ്. ഞാൻ ആൻസർ കൊടുക്കണം. പക്ഷെ എന്നാൽ എനിക്ക് എൻ്റെ ഒരു ഇതുണ്ടല്ലോ, എനിക്കെല്ലാം ഇരുന്ന് ഒരു ക്യാമറക്ക് മുന്നിൽ ഇരുന്നിട്ട് വന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ വന്ന് പറഞ്ഞാലും എന്നെ എത്ര പേർക്ക് മനസ്സിലാവും. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനാണെങ്കിൽ
ഞാൻ വെറുതെ ഒന്ന് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. ഒരു വീഡിയോ കൂടെ കാണുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു 1000 കാര്യം പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. എന്താ പറയുക, എനിക്ക് പേഴ്സണൽ ലൈഫ് കാണിക്കാൻ ഇപ്പം പേടിയാണ്. അത് തുറന്ന് തന്നെ പറയാം, എനിക്ക് പേടിയാണ്. എന്നാലും ഞാൻ കാണിക്കുന്നുണ്ട്, കാരണം എൻ്റെ ഒരു ഇതാണ്. എന്നാലും ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട് വെച്ചാൽ ഇല്ല, എൻ്റെ ഒരു 20% മാത്രമായിരിക്കും ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ നമുക്കത് ഓർക്കാൻ ശ്രമിക്കെങ്കിലും ലൈഫിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ട്. ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു സമയത്ത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ നമ്മൾ അറിയാത്ത ആളുകൾ വരെ നമ്മളെ ഭയങ്കരമായിട്ട് കമൻറ്റിലൂടെയൊക്കെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ, അതും കല്യാണം കഴിഞ്ഞൊരു നല്ലൊരു നിമിഷത്തിൽ പോകുന്ന സമയത്ത്, ഫാമിലിനൊക്കെ വിട്ട് മാറി നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ചുറ്റുള്ള ആളുകൾ ഒറ്റപ്പെടുന്ന സിറ്റുവേഷൻ വന്നു, ഈ സൗഹൃദങ്ങൾ നഷ്ടമാവുന്ന സിറ്റുവേഷൻ വന്നു. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത്? എൻ്റെ സൗഹൃദങ്ങൾ നഷ്ടമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൗഹൃദങ്ങൾ എനിക്ക് നഷ്ടമായിട്ടില്ല. എൻ്റെ കുടുംബം എനിക്ക് നഷ്ടമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എനിക്ക് നഷ്ടമായിട്ടില്ല. എനിക്കതൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ അറിയുന്നവർ എപ്പോഴും എന്നെ ചേർത്ത് പിടിക്കും. എന്നെ അറിയാത്തവർ ഇപ്പോൾ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പം ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതലേ പല സാധനങ്ങളിൽ കൂടെ കടന്നു വന്നതാണ്. പല എൻ്റെ ലൈഫിൽ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തരണം ചെയ്ത് വന്നതാണ്. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും അത് അറിയിക്കുക, മൊത്തം ആൾക്കാരെ അറിയുവാണ്. അവർ പല രീതിക്കായിരിക്കും പല ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പം ഞാൻ ജഡ്ജ്മെൻറ്റ്സ് പേടിക്കുന്ന ആൾ തന്നെയാണ്. പേടിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില സമയത്ത് ഞാൻ ബോൾഡല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈവൻ കൗൺസിലിംഗ് വരെ എടുത്തായിരുന്നു. എനിക്ക് കാരണം ഞാൻ എൻ്റെ PG MSW ആയിരുന്നു. അപ്പം നമുക്ക് ഒരു കൗൺസിലിങ്ങിൻ്റെ അത്യാവശ്യം എത്രത്തോളം, അപ്പോൾ എനിക്കറിയാം എനിക്കൊരു കൗൺസിലിംഗ് വേണം തോന്നി ഞാൻ കൗൺസിലിങ്ങിന് പോയി. ഞാൻ മെന്റലി ഡൗൺ ആവുന്ന ഒരാളാണ്. എനിക്ക് എല്ലാ സിറ്റുവേഷൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പിന്നെ എനിക്കത് കുഴപ്പമില്ല, എല്ലാ ലൈഫിലും ഒരു പാടല്ലേ. പിന്നീടൊക്കെ എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്കതൊരു കുഴപ്പമായിട്ട് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എല്ലാം നല്ലതിന്, എല്ലാം ഞാൻ പീസ്ഫുള്ളാണ്. ഞാൻ ചിലപ്പോൾ കൂടുതൽ തകർന്നു പോയാൽ എൻ്റെ വീട്ടുകാരെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ കൂടെ പഠിച്ചവർ എന്നെ ഒറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവ്, കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പീരീഡിൽ അത്രയും സമയം എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ, അപ്പോൾ അവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തകർന്നു പോയേനെ. പക്ഷെ ഞാൻ തകരാതിരുന്ന് ഞാൻ തിരിച്ചു വന്നത് ഇവരൊക്കെ ഉള്ളതുകൊണ്ട്. അവർക്ക് അസ്ലേ നന്നായി അറിയാം. ഈ യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് മിനിറ്റുകളിൽ വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ അറ്റ്ലീസ്റ്റ് എന്നായിട്ട് നേരിൽ ഒരു 10 മിനിറ്റ് എങ്കിലും സംസാരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ എന്നെ അറിയായിരിക്കും, ഇതാണ് ആളെന്നുള്ളത് മനസ്സിലായിരിക്കും. എന്നെ നേരിൽ പോലും കാണാത്ത ആൾക്ക് ചിലപ്പോൾ എന്നെ ഭയങ്കര ഞാൻ അഹങ്കാരി എന്നായിരിക്കും തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. എനിക്ക് അവരെ ഒന്നും ഒരു ഒപ്പീനിയൻസ് ഒന്നും എനിക്ക് മാറ്റാമെന്ന് എനിക്ക് പറ്റത്തില്ലല്ലോ. എങ്കിലും ഇപ്പോൾ നമ്മളെപ്പോഴും പറയും നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന കഥകൾ നമ്മൾ പറയാറുണ്ട്. പണ്ടും റിലേഷൻ ബ്രേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല ലൈഫിൽ നമ്മൾ വിട്ടിട്ട് പോയ ആളുകളെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പം നമ്മുടെ സൗഹൃദത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളെ കുറിച്ച് ആരും അങ്ങനെ പറയാറില്ല. അത്തരം സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഉറപ്പായിട്ടുണ്ട്. എനിക്ക് കുറേ നല്ല സൗഹൃദങ്ങൾ, കുറേതൊന്നുമില്ല, എൻ്റെ മനസ്സിൽ എന്നെ വിട്ടു പോകരുതെന്ന് ആഗ്രഹമുള്ള സൗഹൃദങ്ങൾ എന്നെ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ പറയും, എന്നെ സംബന്ധിച്ചൊരു പ്രണയം മാത്രമല്ല നമുക്കൊരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത്, അതിനേക്കാളും ഒരു 10 അല്ല 100 ഇരട്ടി വിഷമം എനിക്ക് സൗഹൃദം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാലും സൗഹൃദം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആ ആൾ ചിലപ്പോൾ നമ്മളായിട്ട് എന്നും വിളിക്കുന്നില്ല, കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ടാവുള്ളൂ. ആ സ്നേഹം അവിടെ ഉണ്ടാവും. ദേഷ്യങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ, അവിടെ ഇവിടെയും മറക്കാനോ പൊറുക്കാനോ പറ്റാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറകൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ ആളെ പറ്റിയിട്ട് നമ്മൾ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ആ ആളെ എന്താണെന്ന് അറിയാൻ, അവരിപ്പോൾ എവിടെയാണ് എന്നറിയാൻ, അത് മരണം വരെ ഉണ്ടായിരിക്കും. ആ ഒരു കാര്യം എന്ന് പറയുന്നത്, കൂടെ ഇല്ലെങ്കിലും ഇതില്ലെങ്കിലും ഇപ്പം എന്താ, അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ സൗഹൃദം നഷ്ടപ്പെട്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ വ്യക്തികൾ നമ്മളെ കൂടെ ഇല്ലെങ്കിലും അവരെ ഓർമ്മകളുണ്ട്, അവരെ പറ്റിയിട്ട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടായിരിക്കും. പിന്നെന്താ പ്രശ്നം? എപ്പോഴെങ്കിലും ഈ വിട്ടുപോയ ആൾക്കാരെ നമുക്ക് ഒന്നിപ്പിക്കണം, തിരിച്ചു കൊണ്ടുവരണം, ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോയ സൗഹൃദങ്ങളായിരിക്കില്ലേ, വീണ്ടും അവർ വരുമ്പോൾ എങ്ങനെയായിരിക്കും ചിലപ്പോൾ അസ്ല റിയാക്ട് ചെയ്യുക? എനിക്കറിയില്ല, അത് വരുമ്പോഴേ എനിക്കറിയുള്ളൂ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ വരണമെന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല. പോയപ്പോൾ നമ്മളൊരു പ്രണയം നഷ്ടപ്പെട്ടു, നമ്മൾ എന്താ പറയുക, ആ പ്രണയം വീണ്ടും തിരിച്ചു വരില്ല. ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഓർമ്മകളോ മുറിവുകളോ അത്ര ചെറുതൊന്നും ആയിരിക്കില്ല.
അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കില്ല. അവർ നല്ലത് നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കില്ല. അതേപോലെ തന്നെയാണ് സൗഹൃദം നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ എന്തൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും. രണ്ട് കൂട്ടരിൽ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരാളെയിലാവും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പൊട്ടി വീണ ചില്ല് കൂട്ടി എത്ര യോജിപ്പിക്കാൻ നോക്കിയാലും അത് ശരിയാവത്തില്ല. അപ്പോൾ അത് യോജിക്കാതിരിക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.